നാവുകൊണ്ട് മനുഷ്യനെ നരകത്തിലേക്ക് വീഴ്ത്തുന്ന ദുഷ്പ്രവർത്തികൾ, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. കാര്യമായി അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നാവുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹൽ യുകബ്ബു الناس على وجوههم إلا حصائد ألسنتهم. ജനങ്ങളെ അവരുടെ നാവുകൾ ചെയ്തെടുത്ത കറ്റയല്ലാതെ മറ്റെന്തെങ്കിലും നരകത്തിൽ കുത്തിവീഴ്ത്താനുണ്ടോ എന്ന്. നാവുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളുടെ ഗൗരവം കാണിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. നാവുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള കുറ്റങ്ങൾ മനുഷ്യർ ചെയ്യുന്നുണ്ട്. അന്യരെ പരിഹസിക്കുക, കളവ് പറയുക, പരദൂഷണം, അതുപോലെ ഏഷണി, ചീത്ത പറയൽ തുടങ്ങി ഒരുപാട് പാപങ്ങളാണ് നാവ് കൊണ്ട് ദൈനംദിനങ്ങളിലായി മനുഷ്യർ ചെയ്യുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ നബിതങ്ങളോട് ചോദിക്കപ്പെട്ടു, മാ അക്സറു മാ യുദ്ഖിലുൽ ജന്ന, ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഘടകം എന്താണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തഖ്വാ വ ഹുസ്നുൽ ഖുൽഖ്. ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വർഗത്തിലെത്തിക്കുന്ന ഘടകം അത് തഖ്വയും അതുപോലെ സൽസ്വഭാവവുമാണ്. തഖ്വയുണ്ടാക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇസ്ലാമിന്റെ എല്ലാ കർമ്മങ്ങളും നമുക്ക് തഖ്വയുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മത. തഖ്വയുള്ള ആളുകളുടെ ജീവിതത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും സംസാരത്തിലും എല്ലാം ഒരു മിതത്വം ഉണ്ടാകും. അത് തഖ്വയുടെ അടയാളമാണ്. തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂക്ഷ്മതയാണ്. നമുക്കാർക്കെങ്കിലും സൂക്ഷ്മത പറഞ്ഞാൽ മനസ്സിലാകുമോ? മഹാന്മാരായ ഉലമാ സൂക്ഷ്മതയുടെ ചില അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖുസൈദ് റളിയല്ലാഹു അൻഹു തന്റെ റിസാലയിൽ രേഖപ്പെടുത്തിയത് കാണാം. മുത്തഖി എന്ന് പറഞ്ഞാൽ ഇബ്നു സീരിനെ പോലെയുള്ള ആളുകളാണ് മുത്തഖി. അദ്ദേഹം 40 തപ്പ് നെയ്യ് വാങ്ങി. അതിലേതോ ഒരു തപ്പിന് എലി ചത്തു വീണു. അപ്പോൾ പിന്നെ അത് നജസാകുമല്ലോ. നെയ്യ് എന്ന് പറയുമ്പോൾ ഉറച്ച നെയ്യായാൽ കുഴപ്പമില്ല. ദ്രാവക രൂപത്തിലുള്ളതാണെങ്കിൽ ഒരു ശവം അതിലേക്ക് വീണാൽ സ്വാഭാവികമായും അത് മുഴുവൻ നജസാവും. തന്റെ ഭൃത്യൻ, തന്റെ അടിമ ഏത് തപ്പിൽ നിന്നാണ് ആ എലിയെ എടുത്തു മാറ്റിയത് എന്ന് അറിയാതെയായിപ്പോയി. അതുകൊണ്ട് മഹാനവരകൾ പറഞ്ഞു, 40 തപ്പിലെ എണ്ണയും നമുക്ക് വേണ്ട. കാരണം ഏതിൽ നിന്നാണ് എടുത്തത് അറിയില്ലല്ലോ. സൂക്ഷ്മതയ്ക്ക് വേണ്ടി നജസായ ഏതെങ്കിലും ഒരു നെയ്യ് നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നാലോ? അതുകൊണ്ടത് വേണ്ട എന്ന് മഹാനവരുകൾ പറയുകയുണ്ടായി. ഇത് ഇബ്നു സീരീന്റെ തഖ്വയാണ്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഹമദാൻ എന്ന നാട്ടിൽ വെച്ച് കുർത്തുമു എന്ന ഒരു പഴത്തിന്റെ കുറച്ച് ധാന്യങ്ങൾ, വിത്തുകൾ വാങ്ങി. കുർത്തും എന്ന് പറയുന്ന ഒരു പഴത്തിന്റെ അതിൽ 2 വിത്തുകൾ ബാക്കിയുണ്ടായിരുന്നു. അത് നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. നാട്ടിലെത്തിയപ്പോൾ അത് തുറന്ന് നോക്കിയ സമയത്ത് അതിന് 2 ഉറുമ്പുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത് ഹമദാനിലെ ഉറുമ്പല്ലേ? ഇതിന് മാതാവുണ്ടാവും, ഇതിന് പിതാവുണ്ടാവും, ഇതിന് മക്കളുണ്ടാവും, മരുമക്കളുണ്ടാവും, കുടുംബം ഉണ്ടാവും, ഉറ്റവരുണ്ടാവും, ഉടയവരുണ്ടാവും. ആ കൂട്ടം തെറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ 2 ഉറുമ്പുകളെയും കൊണ്ട് ഹമദാനിലേക്ക് വീണ്ടും വണ്ടി കയറി. അതാണ് തഖ്വ.
നമുക്ക് തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാവും? മഹാനായ അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവരെ, ആ ഉറുമ്പിന്റെ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ വിഷമിച്ചു പോകുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഹമദാനിലേക്ക് വീണ്ടും മഹാനവറുകൾ വാഹനം കയറി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ തഖ്വക്ക് ഉദാഹരണം പറയുന്നത് കേൾക്കാം. മഹാനവറുകൾ ഒരാൾക്ക് കുറെ പൈസ കടം കൊടുത്തു. പൈസ കടം കൊടുക്കുക എന്നത് സദഖയുടെ തുല്യമായ സദഖ ഒരാൾ എത്ര പൈസയാണോ കടം കൊടുക്കുന്നത്, ആ പൈസയുടെ പകുതി ഭാഗം സദഖ കൊടുക്കുന്നതിന്റെ കൂലിയാണ് കടം കൊടുക്കുന്നതിനെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇന്നിപ്പോ കടം കൊടുത്താൽ തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും കൊടുക്കരുത്. കൊടുക്കുമ്പോൾ തന്നെ വിചാരിക്കണം, ഞാൻ ഈ പൈസ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെങ്കിൽ വാങ്ങാം. മനുഷ്യനോട് തെറ്റാനുള്ള ഏറ്റവും നല്ല പരിപാടി കടം വാങ്ങലാണ്. തിരിച്ച് കടം വാങ്ങും, പിന്നെ അവൻ തമ്മിൽ ഫൈറ്റാവും. ഒരു സംഗതി ഇന്ന് പിന്നീട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇനി മുതൽ നിങ്ങളാരും കൊടുക്കരുത്. കാരണം അത് കിട്ടൂല. അങ്ങനെ മനുഷ്യന്മാർക്ക് തഖ്വയില്ല, സൂക്ഷ്മതയില്ല. അതുകൊണ്ട് കൊടുത്ത സാധനം തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമുക്കൊക്കെ അനുഭവം ഉണ്ടാവുമല്ലോ കുറെ ആളുകൾക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അപ്പൊ കടം കൊടുത്തു, ഒരാൾക്ക് പൈസ കടം കൊടുത്തു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൊടുത്ത ആളുടെ ഒരാളിൽ നിന്ന് നമ്മൾ കടം വാങ്ങിയാൽ പിന്നെ അദ്ദേഹത്തിന്റെ കടം ആരാണോ നമുക്ക് നൽകിയത് അദ്ദേഹത്തിന്റെ ഒരു ഉപകാരവും ആ കടം വാങ്ങിയ ആള് സ്വീകരിക്കാൻ പാടില്ല. കുല്ലു ഖറദിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, എന്തെങ്കിലും ഒരു ഉപകാരം ഈടാക്കൽ ഷർത്ത് വെച്ചുകൊണ്ട് വാങ്ങുന്ന എല്ലാ കടവും പലിശയാണ്. നമ്മളൊരാളോട് 100 റുപ്യ വാങ്ങി, അദ്ദേഹം പറയും 100 റുപ്യ തരാം, പക്ഷെ തിരിച്ചു തരുമ്പോൾ 110 റുപ്യ തരണം. ഇതാണ് കടം, ഇതാണ് ഒറിജിനൽ കടം. അല്ല, ഇതാണ് ഒറിജിനൽ പലിശ. 100 റുപ്യ തരുമ്പോൾ ആള് വ്യവസ്ഥയാക്കി 100 റുപ്യ അങ്ങ് തരാം, പക്ഷെ തിരിച്ചു തരുമ്പോൾ എന്ത് ചെയ്യണം? 110 രൂപ തരണം. ഈ 10 രൂപ പലിശയാണ്. ഒരു സംശയമില്ല, ഒരു വ്യാഖ്യാനവും ഇല്ല അതിന്. ഇതുപോലെ കടം വാങ്ങുന്ന ഒരുപാട് അവസ്ഥകൾ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാവും, ജീവിതത്തിലുണ്ടാവും. കടം വാങ്ങിയ ആള് മറ്റേ ആളുടെ കടം സ്വീകരിച്ചവന്റെ ഒരു ബെനിഫിറ്റും പിന്നീട് സ്വീകരിക്കാൻ പാടില്ല. നമ്മളൊരാൾക്ക് പൈസ കടം കൊടുക്കുകയാണ്, കൊടുത്താൽ അയാൾ നമുക്ക് തിരിച്ചു തരുമ്പോൾ കുറച്ച് കൂടുതൽ പൈസ കിട്ടും. അങ്ങനെ പതിവുള്ള ആളാണ്. എന്നാൽ അങ്ങനത്തെ ആൾക്ക് അത് പ്രതീക്ഷിച്ചുകൊണ്ട് കടം കൊടുക്കൽ പോലും കറാഹത്താണ്. കൂടുതൽ പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് കടം വാങ്ങുക എന്നത് ഹറാമാണ്. ആരാണോ ആവശ്യപ്പെട്ട് കടം കൊടുക്കുന്ന ആളാണല്ലോ ആവശ്യപ്പെടുക. എന്നോട് ഒരാൾ 100 റുപ്യ ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയണം 110 റുപ്യ തരണമെന്ന്. അപ്പോൾ എനിക്കത് പലിശയാണ്. അതേസമയം കടം കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത്, കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കൊടുത്തു, അത് സുന്നത്താണ്. അത് എൻ്റെ ഔദാര്യമാണ്. മനസ്സിലാവുണ്ടോ? ഒരാൾ 100 റുപ്യ തന്നപ്പോൾ 110 റുപ്യ തരണം എന്ന് പറഞ്ഞല്ല. അയാൾ 100 റുപ്യ തന്നു, ഞാനത് കൊടുക്കുകയാണ്. പക്ഷെ 110 രൂപ ഞാനായിട്ട് എൻ്റെ വകയായിട്ട് കൊടുത്തു, അത് സുന്നത്താണ്. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ കടം കൊടുക്കുമ്പോൾ കൂടുതൽ കൊടുക്കുന്നവനാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അയാൾ ചോദിക്കാതെ കൊടുക്കണം. ഒരു ചെറിയ വിളവും കൂടി ഞാൻ പറഞ്ഞുതരാം. അഥവാ നമുക്ക് പൈസക്ക് വല്ലാതെ ഇടങ്ങേറായി, ഒരു പഹയനെടുത്തുന്ന പൈസ കിട്ടണമെങ്കിൽ ഓനെ കുറച്ച് കൂടുതൽ കൊടുക്കും വേണം. അപ്പം എന്താ ചെയ്യുക? മനസ്സിലായോ? 1 ലക്ഷം റുപ്യ നമുക്ക് അത്യാവശ്യമുണ്ട്, പക്ഷെ ഓന് 1 ലക്ഷം റുപ്യക്ക് 1.10 നമ്മൾ കൊടുക്കണം. 10 രൂപ പലിശയല്ലേ കൊടുക്കാൻ പറ്റുമോ? വാങ്ങാൻ പറ്റുമോ? അവന് തിന്നാൻ പറ്റുമോ? ഒന്നും പറ്റൂല. എന്നാൽ പറ്റുന്നൊരു മസലുണ്ട്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ജനങ്ങളെ പഠിപ്പിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. എന്തിനാ നമ്മൾ ജനങ്ങളെ മറിച്ച് തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്? നമ്മൾ അങ്ങനെ നിർബന്ധമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ വാങ്ങി,
110 രൂപ 1,10,10,000 തരാമെന്ന് പറഞ്ഞ് വാങ്ങി. പക്ഷെ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ പറയാം ഈ 10,000 രൂപ ഞാൻ അദ്ദേഹത്തിന് നേർച്ചയാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കണം എന്താണ്? അയാൾക്കുള്ള നേർച്ചപ്പണം പലിശപ്പണാണ് അല്ല. അപ്പോൾ അയാൾക്ക് വന്നേ പത്ത് കിട്ടുകയും ചെയ്ത് എന്നാൽ നമ്മളെ പലിശ ഒഴിവാകുകയും ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്ക് മുതലായി. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷെ കടം കൊടുക്കുന്ന ആള് തന്നെ എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് പറയാം, എനിക്കൊരു 5 ലക്ഷം റുപ്യ കടം വേണ്ടിയിരുന്നു എന്നൊരാൾ എന്നോട് പറഞ്ഞു. അപ്പോൾ അവനോട് പറയാ, പിന്നെ നിങ്ങൾ ആ വീട് എനിക്ക് താമസിക്കാൻ തരുമോ? അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യമായിരിക്കും. 5 ലക്ഷം റുപ്യ കടം തരാം, പക്ഷെ നിങ്ങൾ ആ വീട് എനിക്കൊന്ന് താമസിക്കാൻ തരുമോ? അത് പലിശയായി. കാരണം ഈ 5 ലക്ഷം രൂപക്ക് അയാളിൽ നിന്ന് നമ്മൾ ബെനിഫിറ്റ് ഈടാക്കി. എന്താ അവിടെയുള്ള താമസത്തിന് 5 റുപ്യ ചുരുങ്ങിയ കൊടുക്കണ്ടേ? നല്ലൊരു വീടാണെങ്കിൽ 10,000 റുപ്യ മാസം കൊടുക്കണ്ടേ? ഇതിനാണ് ഒറ്റ എന്ന് പറയാം നമ്മുടെ നാട്ടിൽ അല്ലേ. അവിടെ ഒരു മസലയുണ്ട്, നല്ല ശ്രദ്ധിച്ചോളൂ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് വന്നു. നാം മഹാന്മാരായ ഫുഖഹാവ് പറയുന്നത് എന്താണെന്നറിയാം. ഒരാൾ നമ്മളോട് പറഞ്ഞു 1 ലക്ഷം റുപ്യ കടം തരാം, പക്ഷേ 1.5 ലക്ഷം റുപ്യ തിരിച്ചു തരണം, അല്ലെങ്കിൽ 1.10 തിരിച്ചു തരണം എന്താ. ഓക്കെ എന്ന് പറഞ്ഞു. നമ്മൾ പോയി. പക്ഷെ ആ സദസ്സിൽ നമ്മൾ പൈസ കൊടുത്തില്ല. ഇടപാട് പറഞ്ഞ ആ സദസ്സിൽ നമ്മൾ എന്ത് ചെയ്തില്ല? പൈസ കൊടുത്തില്ല. പിന്നെ നമ്മൾ പിന്നൊരു സമയത്ത് വന്ന് പൈസ കൊടുത്ത സമയത്ത് നമ്മൾ വ്യവസ്ഥ പറഞ്ഞതുമില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? വ്യവസ്ഥ പറഞ്ഞ സദസ്സിൽ നമ്മൾ പൈസ കൊടുത്തില്ല. എല്ലാം മനസ്സിലാക്കണം. മനസ്സിലായില്ല? ഞാൻ നിങ്ങളോട് പൈസ ചോദിച്ചു, നല്ലോണം ചോദിച്ചോളൂ. 1 ലക്ഷം റുപ്യ കടം വേണമെന്ന് നിങ്ങളെന്ത് പറഞ്ഞു? നിങ്ങളെ വീട് എനിക്ക് താമസിക്കാൻ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ 1 ലക്ഷം റുപ്യ നിങ്ങൾ തരുമ്പോൾ എൻ്റെ വീടിൻ്റെ താമസം അയാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അത് അയാൾ ആവശ്യപ്പെട്ടു. ഏതുപോലെ 1 ലക്ഷത്തിന് 1.10 വേണമെന്ന് ആവശ്യപ്പെട്ടതുപോലെ ഒരു സമയത്ത് ആവശ്യപ്പെട്ടത് വീടാണ്, ഇപ്പോൾ ആവശ്യപ്പെട്ടത് പൈസയാണ്. 2 ഉദാഹരണം പറഞ്ഞു, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടി. അപ്പം ഞാൻ സമ്മതിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ആ മജ്‌ലിസിൽ നിന്ന് പിരിഞ്ഞു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം റുപ്യ കൊണ്ടുവന്ന് തന്നു. അപ്പം ഞാൻ എന്ത് പറഞ്ഞില്ല? 1.10 തിരിച്ചു തരും എന്ന് പറഞ്ഞില്ല. നിങ്ങളും മുണ്ടിയില്ല. നമ്മൾ നേരത്തെ ഇത്തിഫാക്കാക്കിയതാണ്. എങ്കിലും ഇത് കറാഹത്താണ്, പക്ഷെ ഇത് ഹറാമല്ല. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തൗഫ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ ചുരുക്കി പറഞ്ഞാൽ കടം കൊടുത്ത മജ്‌ലിസിൽ ഒരു വ്യവസ്ഥ പറഞ്ഞിരുന്നു. ആ വ്യവസ്ഥ പ്രകാരം പലിശയാണ്. നമ്മൾ ആ സദസ്സിൽ അത് അംഗീകരിച്ചു. ഇടപാട് അപ്പോൾ നടത്തിയില്ല, പിന്നെയാണ് നടത്തിയത്. ഇടപാട് നടത്തിയ സദസ്സിൽ ആദ്യത്തെ എഗ്രിമെന്റിനെ കുറിച്ച് മിണ്ടിയതുമില്ല. മനസ്സിലായല്ലോ? എങ്കിലത് പലിശയല്ല. എങ്കിലും എന്താണ്? കറാഹത്താണ്. ചെയ്യണമെന്നല്ല, കറാഹത്ത് ചെയ്യാനുള്ളതല്ല, ചെയ്യാതിരിക്കാനുള്ളത് തന്നെ. എങ്കിലും ചിലപ്പോഴൊക്കെ അത്യാവശ്യമായിട്ട് വരുമല്ലോ. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്കിത് ഉപയോഗപ്പെടുത്താം. മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ വോയിസ് നിങ്ങൾ പിന്നെ കേട്ടാൽ മതി. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും വാട്സപ്പിലും ഉള്ളു. ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് കടം കൊടുത്തു. അദ്ദേഹത്തിന്റെ തഖ്വ പറയാണ്. കടം കൊടുത്ത് അദ്ദേഹം നടന്നു പോകുമ്പോൾ കടം കൊടുത്ത ആ വ്യക്തിയുടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. നടന്നു പോകുന്ന വഴിയിൽ മഹാനവരുകൾ ചിന്തിച്ചു, ശക്തമായ വെയിലാണല്ലോ, ഇവിടെ ഒന്ന് അല്പം നമുക്ക് കാനൽ കൊള്ളാം, ഇതിന്റെ തണൽ കൊള്ളാം. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്, ഇയാൾ എന്നിൽ നിന്ന് പൈസ കടം വാങ്ങിയ ആളല്ലേ, അതുകൊണ്ട് ഇത് പലിശയാകുമോ? കാരണം അയാളുടെ പൈസ കടം വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ തണല് കൊള്ളുമ്പോൾ കടത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന തണലായാലോ അത് എന്ന് വിചാരിച്ച് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു
പ്രിയപ്പെട്ടവരെ, ആ തണൽ കൊള്ളാതെ തിരിച്ചുപോയി, കടന്നുപോയി. നിങ്ങൾ നോക്കൂ, മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുയുടെ തഖ്വയുടെ ഉദാഹരണം റൂഹുൽ ബയാനിലും റിസാലത്തുൽ ഖുസൈരിയിലും രേഖപ്പെടുത്തി. മഹാനവറുകൾ ഒരു മരുഭൂമിയിൽ ഒരു വസ്ത്രം കഴുകി വൃത്തിയാക്കി. അപ്പോൾ പറഞ്ഞു, ഈ വസ്ത്രം നമുക്ക് ഉണക്കണമല്ലോ യാത്ര പോകാൻ. കൂട്ടുകാരൻ പറഞ്ഞു, നമുക്ക് ഈ മതിലിൽ ആണി അടിച്ചു വെക്കാം. മഹാനവറുകൾ പറഞ്ഞു, വേറെയുള്ളവരുടെ മതിലിൽ സമ്മതമില്ലാതെ ആണി അടിക്കാൻ പാടില്ല. നമ്മളിപ്പോ വീട്ടിലേക്ക് കയറിയാൽ എത്ര ആണി നമ്മൾ അടിക്കും? അതൊക്കെ അയാൾ സമ്മതിക്കുമായിരിക്കും എന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അതൊക്കെ തെറ്റ് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പറഞ്ഞു, എന്നാൽ നമുക്ക് ജനങ്ങളുടെ മതിലിലിടാം, അല്ല നമുക്ക് ഒരു വൃക്ഷത്തിൽ ഉണക്കാമെന്ന് പറഞ്ഞു, ഒരു ചെടിയുടെ മുകളിലിടാം എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഈ തുണിയുടെ ഭാരമായിട്ട് ആ ചെടിയുടെ കമ്പ് ഒടിഞ്ഞു പോയാലോ, അത് കുറ്റമല്ലേ? അപ്പോൾ പറഞ്ഞു, എന്നാൽ നമുക്ക് ഇവിടെയുള്ള പോച്ചയുടെ മുകളിൽ വിരിക്കാം. മഹാനവറുകൾ പറഞ്ഞു, ഏതെങ്കിലും കന്നുകാലികൾ വരുമ്പോൾ അവർക്ക് ഇത് തടസ്സമായാലോ? എന്താ ഇത്? ഇതാണ് തത്വം. അവസാനം കഴുകിയ വസ്ത്രം മഹാനവറുകളുടെ മുതുകിൽ തന്നെ ഇട്ട് ഉണക്കി. ഒരു ഭാഗം ഉണങ്ങിയപ്പോൾ മറ്റേ ഭാഗവും തിരിച്ചിട്ടുകൊണ്ട് ഉണക്കുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന് കൂടുതൽ ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യം തഖ്വയും സൽസ്വഭാവവുമാണ്. ജനങ്ങളിൽ നിന്ന് എടുത്തുപോയ ഒരു കാര്യമാണ് സൽസ്വഭാവം. നരകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ മുഖത്തുകുത്തി വീഴ്ത്തുന്നത് ഏതാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ മുഖംകുത്തി വീഴ്ത്തുന്നത് രണ്ട് അവയവങ്ങളാണ്, എല്ലില്ലാത്ത രണ്ട് അവയവങ്ങൾ. അൽ ഫമു ഒന്ന് വായയാണ്, വൽ ഫർജു മറ്റൊന്ന് അവന്റെ ഗുഹ്യവുമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മയൽമനു ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അൽമനു ലഹുൽ ജന്ന. നിങ്ങളുടെ ശരീരത്തിൽ രണ്ട് അവയവങ്ങൾ സംരക്ഷിക്കുമെന്ന് ആരാണ് എനിക്ക് വാക്ക് തരുന്നത്? അവന് സ്വർഗം കൊണ്ട് തിരിച്ച് ഞാൻ ജാമ്യം നിൽക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. രണ്ട് അവയവങ്ങൾ സംരക്ഷിക്കുമെന്ന് ആരാണ് എനിക്ക് വാക്ക് തരുന്നത്? അവന് ഞാൻ സ്വർഗത്തിന് ഗ്യാരണ്ടി. ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങളുടെ അവയവങ്ങളിൽ രണ്ട് അവയവത്തെ സംരക്ഷിക്കുമെന്ന് ആരാണ് എനിക്ക് വാക്ക് തരുന്നത്? അൽമനു ലഹുൽ ജന്ന, ഞാൻ അവന് സ്വർഗം കൊണ്ട് ഗ്യാരണ്ടി നിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ അവയവം അവന്റെ നാവും, രണ്ടാമത്തേത് അവന്റെ ഗുഹ്യസ്ഥാനവുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്തൊക്കെയാണ് ഒരു നാവ് കൊണ്ട് നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. യഥാർത്ഥ മുസ്ലിമാരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. ഒരാളുടെ നാവിന്റെ ശല്യത്തിൽ നിന്ന് മറ്റുള്ളവർ രക്ഷപ്പെടുമ്പോഴാണ് അയാൾ യഥാർത്ഥ മുസ്ലിം ആകുന്നത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ട്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഓരോ ദിവസവും വെള്ളിയാഴ്ച ഖുതുബയിൽ കേൾക്കുന്ന ഹദീസാണിത്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം മറ്റുള്ളവർ അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുമ്പോഴാണ് ഒരാൾ പൂർണ്ണ മുസ്ലിം ആകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫത്ഹുൽ ബാരി, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി, അൽ മുസ്ലിമു മൻ സലിമൻ നാസ്
ഒരാൾ മുസ്ലിം ആവുന്നത് മൊത്തം ജനങ്ങൾ സുരക്ഷിതരായി നിൽക്കണം, അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും. അവനാണ് യഥാർത്ഥ മുസ്ലിം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ, 5 അറിവുകളാണ് നമുക്കുള്ളത്. ഏതാ അറിവ്? ഒന്ന് തൊട്ടറിവ്, ഒന്ന് കണ്ടറിവ്, ഒന്ന് കേട്ടറിവ്, ഒന്ന് രുചിച്ചറിവ്, ഒന്ന് മണത്തറിവ്. അതിൽ രുചിച്ചറിവ് കൈകാര്യം ചെയ്യുന്നത് നാവാണ്. ഉപ്പ് എന്താണ്, മധുരം എന്താണ്, പുളി എന്താണ്, കയ്പെന്താണ്, തൊട്ടാ തിരിയോ, കയ്പ് തിരിയോ, ഭയങ്കര കയ്പ, വേണ്ട തിരിയോ, കേട്ടാ തിരിയോ, കണ്ടാ തിരിയോ, തിരിയില്ല. അതിന് നാവ് തന്നെ വേണം, അതിന് നാവ് തന്നെ വേണം. അല്ലാഹു തആല വലിയ അത്ഭുതമായിട്ടാണ് ഖുർആൻ പറയുന്നത്. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. മനുഷ്യന് നാം 2 കണ്ണ് നൽകിയില്ലയോ? മനുഷ്യന് ഞാൻ ഒരു നാവ് നൽകിയില്ലയോ? വശഫതൈനി 2 ചുണ്ട് നൽകിയില്ലയോ? 2 ചുണ്ട്. ശഫത്ത് ഒരു ചുണ്ട്, ശഫത്താനി 2 ചുണ്ട്. അറബി ഭാഷയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. വാദാനുണ്ട്, തസ്നിയുണ്ട്, ജമ്മുണ്ട്. ഒന്ന് വിട്ടാ പിന്നൊക്കെ പ്ലൂരലാണ്. എവിടെ? മറ്റു ഭാഷയിൽ. ഗേൾ ഒരു പെൺകുട്ടി, ഗേൾസ് പെൺകുട്ടികൾ, 2 ആയി 3 ആയി. ബോയ് ആൺകുട്ടി, ബോയ്സ് ആൺകുട്ടികൾ. തസ്നിയുണ്ടോ? 2 ഉണ്ടോ? അതാണ് അറബിയുടെ പ്രത്യേകത. ശഫത്തൻ ഒരു ചുണ്ട്, ശഫത്താനി 2 ചുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ എന്താ പറയാ? ചുണ്ടുകൾ. എന്നോട് ചുണ്ടുകൾ, ചുണ്ടുകൾ എന്ന് പറയാൻ ചെറിയത് 3 എണ്ണം വേണ്ടേ? 2 എണ്ണം ആകുമ്പോൾ 2 എന്നല്ലേ പറയണ്ടത്? അത് അറബിയുടെ പ്രത്യേകത. ഖുർആൻ പറയുന്നു, അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ. മനുഷ്യർക്ക് ഞാൻ 2 കണ്ണുകൾ നൽകിയില്ലയോ? ഞാൻ അവന് ഒരു നാവ് നൽകിയില്ലയോ? 2 ചുണ്ടുകൾ നൽകിയില്ലയോ? വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഈ നാവ് തന്നെയാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ നരകത്തിലെത്തിക്കുന്നത്. മനുഷ്യന്റെ ആദ്യത്തെ അറിവാണിത്, കേട്ടറിവ് എന്ന് പറയുന്നത്. ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ ഡോക്ടർമാർ ഇങ്ങനെ ഞെട്ടി നോക്കും. ഈ ശബ്ദം കേൾക്കുമ്പോൾ കുട്ടി ഇങ്ങനെ ഞെട്ടുന്നുണ്ട്, ഇപ്പൊ കേൾവിയുണ്ട് എന്നർത്ഥം. അപ്പോഴൊന്നും കാഴ്ച ഉണ്ടാവില്ല. കാഴ്ച റിലീസ് ആവുന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴാണ് കാഴ്ച ഉണ്ടാവുക. പിന്നെന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ നാവിന്റെ സംസാരം വരും. 2 വയസ്സൊക്കെ ആകുമ്പോഴാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഖുർആൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക അൻഹു കാന മസ്ഊല. ഒരു മനുഷ്യന് നൽകിയ മുഴുവൻ അവയവങ്ങളും അല്ലാഹു ചോദ്യം ചെയ്യുമെന്ന് പറയുന്നിടത്ത് ആദ്യം വേണ്ടിയത് കേൾവിയാണ്. നമ്മൾ പാട്ട് ആദ്യം കേൾക്കാൻ തുടങ്ങി, വാർത്ത കേൾക്കാൻ തുടങ്ങി, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? കാണാൻ തുടങ്ങി. ഉണ്ടാവും. ആദ്യം ഓഡിയോ ഉണ്ടായി, പിന്നെയാണ് വീഡിയോ ഉണ്ടായത്. ആദ്യം കേൾവിയുണ്ടായി, പിന്നെ നമുക്ക് കാഴ്ചയുണ്ടായി, പിന്നെ നമുക്ക് സംസാര വൈഭവം ഉണ്ടായി. മനുഷ്യന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് സംസാര വൈഭവം. നമ്മൾ ആശയം വിനിമയം നടത്തുന്നത് നാവ് കൊണ്ടാണ്. നമ്മൾ ഇതുപോലെ ക്ലാസ് എടുക്കുന്നു, പക്ഷേ ലോകത്ത് വേറെ ഒരു മൃഗങ്ങൾക്കും ഇതുപോലെ സംസാര വൈഭവമില്ല. ശുദ്ധമായ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നു, നാവ് കൊണ്ട് ദിക്റുകൾ ചൊല്ലുന്നു, നാവ് കൊണ്ട് നമ്മൾ നിയ്യത്ത് വെക്കുന്നു. നിയ്യത്ത് ഖൽബിലാണ് യഥാർത്ഥത്തിൽ. എങ്കിലും നമ്മൾ പറയൽ സുന്നത്താണ്. എന്നതായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നില്ലേ? ആ പറച്ചിൽ സുന്നത്താ, പക്ഷെ കരുത്ത് നിർബന്ധമാണ്. നാളെ ഞാൻ നോമ്പ് വെക്കാൻ കരുതി എന്ന് നമ്മൾ മനസ്സിൽ കരുതണം.
നോമ്പ് നോൽക്കുമ്പോഴും നിസ്കാരത്തിലാവുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ നാവ് കൊണ്ട് പറയേണ്ട ചില ഇബാദത്തുകളുണ്ട്. അത് പറഞ്ഞാലേ ശരിയാവും. ഞാൻ ഈ സ്ഥലം പള്ളിയാക്കി എന്ന് പറഞ്ഞു, അത് കരുതിയിട്ട് കാര്യമല്ല, നാവ് കൊണ്ട് പറയണം. ഞാൻ എൻ്റെ അടിമയെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞു, ഇത്തത്ത്. അത് നമ്മൾ കരുതിയിട്ട് കാര്യമില്ല, നമ്മൾ പറയണ്ടേ വേണം. ഞാൻ ഈ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കാൻ കരുതി എന്ന് പറയണോ? വേണ്ട, അത് കരുതിയാൽ മതി. നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു പോയി എപ്പോഴാണ് വിചാരിച്ച പടച്ചോനെ ഇത്തിക്കാഫിന്റെ നിയത്ത് കരുതിയിട്ടില്ലല്ലോ, ഒരു വിഷമമില്ല, നിസ്കാരത്തിൽ കരുതിക്കാണ്. ഞാൻ ഈ പള്ളിയിൽ നിസ്കാരത്തിൽ പറയാൻ പാടില്ല, നിസ്കാരത്തിൽ കരുതാം. ഞാൻ ഈ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുന്നു എന്ന് നിസ്കാരത്തിൽ കരുതാം. കാരണം എന്താ? അതിന് കരുത്ത് മതി. അതേസമയം ഈ പള്ളിയിൽ ഞാൻ ഇത്തിക്കാഫിരിക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു. നേർച്ചയുടെ വാക്കുകൾ നാവ് കൊണ്ട് പറയണം. നേർച്ചയുടെ വാക്കുകൾ നാവ് കൊണ്ട് പറയണം, എന്നാലേ നേർച്ച സഹിയാവുകയുള്ളൂ. ഞാൻ എറവാടിയിൽ പോകാൻ നിയത്താക്കിയില്ല. അവിടെ പോകാൻ നിർബന്ധമുണ്ടോ? ഇല്ല. കാരണം എന്താ? അത് നേർച്ചയായിട്ടില്ല. നേർച്ച ആവണമെങ്കിൽ പറയണം, ഞാൻ എറവാടിയിൽ പോയി സിയാറത്ത് ചെയ്യാൻ നേർച്ചയാക്കി എന്ന് പറയണം. എന്നാലേ ആ നേർച്ചയാവുകയുള്ളൂ. അത് നാവ് കൊണ്ട് മാത്രം പറഞ്ഞാൽ തീരുന്ന ഇബാദത്താണ്. വഖഫ്, ഇത്ഖ്, അതുപോലെ നെദർ, നേർച്ച, ഇതെല്ലാം മഹാന്മാരായ ഫഖഹാവ് പറയുന്നു. ഏതായാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇബാദത്തുകൾ ധന്യമാക്കാൻ പറ്റുന്ന ഒരു അവയവമാണ് നാവ്, അല്ലേ? ഇമാം ഇങ്ങനെ ഓതുമ്പോൾ നമ്മളിങ്ങനെ കേൾക്കണം. അത് കേൾവിയുടെ ഒരു ഇബാദത്താണ്. ഇമാം ഓതുമ്പോൾ നമ്മൾ ഓതണം, അത് വേണ്ട. ഇമാം ഓതുമ്പോൾ നമ്മൾ ഓതണ്ട. ജഹരിയായ നിസ്കാരത്തിൽ ഇമാം ഓതുമ്പോൾ പിന്നെ നമ്മൾ ഫാത്തിഹ മാത്രം ഓതിയാൽ മതി. അത് തന്നെ ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞിട്ടാണ് നമ്മൾ മഅ്മൂമീങ്ങൾ ഫാത്തിഹ ഓതേണ്ടത്. അതാണ് സുന്നത്ത്. ഇമാമ സൂറത്ത് ഓതുമ്പോഴോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം, നമ്മൾ ഓതാൻ പോകരുത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. ഫൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു ലഅല്ലകും തുർഹമൂൻ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ ആയത്തിൽ നിന്നാണ് തെളിവിച്ചത്. ഇമാം ഓതുമ്പോൾ പിന്നെ നമ്മൾ അത് കേട്ടിരിക്കുകയാണ് വേണ്ടത്. ഒരാളിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ സുജൂദിലേക്ക് പോയി, നമുക്കും സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ആ ആയത്തിന്റെ മുഴുവൻ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടോ? അത് കേൾവിയിലൂടെ വരുന്ന ഇബാദത്തുകളാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് നാവിലൂടെ സംസാരിക്കാനുള്ളതാണ്, ഫാത്തിഹ ഓതാനുള്ളതാണ്, സൂറത്ത് ഓതാനുള്ളതാണ്, തഹിയ്യാത്ത് ഓതാനുള്ളതാണ്, തസ്ബീഹ് ചൊല്ലാനുള്ളതാണ്, ദിക്റുകൾ ചൊല്ലാനുള്ളതാണ്. ആ നാവ് കൊണ്ട് ചെല്ലുമ്പോൾ ആ ദിക്റുകളുടെ അർത്ഥം മനസ്സിലും കൂടി ഉണ്ടെങ്കിലോ അതിന് ഇരട്ടി ഫലമായി. ഏതായാലും ആ നാവ് കൊണ്ട് ഇബാദത്തുകൾ ചെയ്യുന്നതിന് പകരം ചീത്ത പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, ഗീബത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഒരാളെ പരിഹസിച്ചു, ഇതെല്ലാം നാവിന്റെ തെറ്റുകളാണ്. ഇത് നരകത്തിലേക്ക് ജനങ്ങൾ കൊഴുതുണ്ടാക്കുന്ന കറ്റകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ നരകത്തിലേക്ക് വീഴ്ത്തുന്ന ഒന്നാമത്തെ ഘടകം നാവ്. രണ്ടാമത്തേത് അഹങ്കാരമാണ്. ഒന്നാമത്തേത് നാവുകൾ കൊഴുതെടുത്ത കറ്റ, രണ്ടാമത്തേത് മനുഷ്യന്റെ ഹൃദയത്തിലുള്ള അഹങ്കാരമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഅലൽ അർദി റജുലുൻ യമൂതു വഫീ ഖൽബിഹി മിനൽ കിബ്രി മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഇല്ലാ ജഅലഹു അല്ലാഹു തആല ഫിന്നാർ. ഒരാൾ മരണപ്പെട്ടു പോകുമ്പോ ഒരു അണുമണി തൂക്കം അവന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ അവന്റെ വാസസ്ഥലം നരകമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അഹങ്കാരം ഒരു മനുഷ്യനെ അങ്ങേയറ്റത്തെ അധപ്പതനത്തിലേക്ക് നയിക്കും. ഇബ്ലീസ് ആരായിരുന്നു? ലഅനത്തുല്ലാഹി അലൈഹി, മലക്കുകളുടെ ഉസ്താദായിരുന്നു. എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ട്, അവനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ട്. എന്നിട്ട് ഞാൻ
തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ, മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യും. ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. മണ്ണ് ജനങ്ങൾ ചവിട്ടി മതിക്കുന്ന സ്ഥലം, തീ ജനങ്ങൾ ആരാധിക്കാൻ ഉപയോഗിക്കുന്ന സാധനം. ശരിയല്ലേ? തീന്റെ സംഗതി കണ്ടില്ല. തീ കത്തിച്ചാൽ എങ്ങോട്ടാ പോണത്? ആകാശത്തേക്ക് ഇങ്ങനെ ഉയരും. അതിന്റെ ജിഹ, അതിന്റെ ഉയർച്ച അങ്ങനെയാണ്. അഥവാ തീയിനെ മേലോട്ട് ഉയരാനുള്ള അവസരം കൊടുത്തില്ല. നമ്മൾ ഒരു മാളത്തിലാണ് കത്തിച്ചത്, തീ കത്തുവോ? കത്തൂല. കാരണം തീ ഉയരാനുള്ള ഗ്യാപ്പില്ല, അതുകൊണ്ട് തീ കത്തൂല. നമ്മളൊരു കല്ലെടുത്തിട്ട് മാവിലേക്ക് എറിഞ്ഞാൽ ആ കല്ല് അങ്ങനെയായിട്ട് പോകും. ഇനി ഹൈഡ്രജൻ നിറച്ച ബലൂണാവണം. ഹൈഡ്രജൻ നിറച്ച ബലൂണുണ്ട്, അത് കുട്ടികൾ ഇങ്ങനെ കയറ് കൊണ്ട് നടക്കും. കുറച്ച് സമയം അത് പൊട്ടിച്ച് വിട്ട യാതൊന്നും ആൾ പോകും. അല്ലെങ്കിൽ നമ്മൾ കല്ലെടുത്തെറിഞ്ഞാൽ ആ കല്ല് ഭൂമിയിലേക്ക് തന്നെ ആപതിക്കുകയാണ് ചെയ്യുക. കാരണം ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി ഒരിക്കലും കല്ല് മേലോട്ട് പോകില്ല, അത് ഭൂമിയിലേക്ക് തന്നെ വരുള്ളൂ. അതുകൊണ്ട് ഇബ്ലീസ് പറഞ്ഞു, ജനങ്ങൾ ചവിട്ടി മരിക്കുന്ന ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് വേണ്ടി തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യാൻ. ഒരിക്കമല്ല, അഹങ്കാരം പിടികൂടി. മൻ തകബ്ബറ വദഅഹുല്ലാഹ്, മൻ തവാദഅ റഫഅഹുല്ലാഹ്. അഹങ്കാരം പിടികൂടിയാൽ അല്ലാഹു അവനെ അടിച്ചിടും. ഒരാൾക്ക് താഴ്മയുണ്ടായാൽ പ്രിയപ്പെട്ടവരെ അല്ലാഹു അവനെ പനയോളം പിന്നെയും വളർത്തും. നമുക്ക് താഴ്മയാണ് വേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ അണുമണി തൂക്കം മനുഷ്യന്റെ ഹൃദയത്തിൽ കിബറുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കൂല എന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ട് കരയാൻ തുടങ്ങി. നബി തങ്ങൾ ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് ലിമ തബ്കി, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഫഖാല മിൻ കലിമതിക. അണുമണി തൂക്കം കിബർ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവന്റെ വാസസ്ഥലം നരകമാണെന്ന് പറഞ്ഞില്ല നബി? അത് കേട്ടാൽ പിന്നെ എങ്ങനെ കരയാതിരിക്കും? ഭയങ്കര വാക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ശിർ ഫഇന്നക ഫിൽ ജന്ന. മോൻ കരയണ്ട, നിങ്ങൾ സ്വർഗ്ഗത്തിലാണ്. فبعث النبي صلى الله عليه وسلم بعثا فغزا فقتل فيهم شهيدا. അടുത്ത യുദ്ധത്തിൽ അദ്ദേഹം പോയപ്പോൾ ആ യുദ്ധത്തിൽ തന്നെ രക്തസാക്ഷിയായി മാറിയെന്നും പ്രിയപ്പെട്ടവരെ ഹദീസിൽ നമുക്ക് കാണാം. കരച്ചിൽ വരിക എന്ന് പറയുന്നത് ഇത് വലിയൊരു സംഗതിയാണ്. അലാക്കയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളുടെ അരികിൽ വന്നപ്പോ മഹാനായ ജിബ്രീലിന്റെ മുഖം വിവർണമായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സാധാരണയിൽ ഇവിടെ വരുമ്പോഴുള്ള മുഖമല്ലല്ലോ ജിബ്രീലിന്റെ മുഖം, ഇന്ന് ചുവന്ന് തുടിച്ചിട്ടുണ്ടല്ലോ, കാരണം എന്താണ്? അപ്പോൾ പറഞ്ഞു, നബിയേ, ഞാൻ അങ്ങയുടെ അരികിലേക്ക് വരുമ്പോ തീയനെ മലതാ നരകത്തെ കാക്കുന്ന മലക്കിനോട് ആ നരകമൊന്ന് കത്തിക്കാൻ പറഞ്ഞു. ഞാൻ ആ നരകത്തിന്റെ തട്ടുകൾ മനസ്സിലാക്കിനവേ. അതിലെ ഓരോരോ തട്ടുകളും ഓരോരോ കുറ്റം ചെയ്ത ആളുകൾക്കുള്ളതാണ്. അവസാനത്തെ തട്ട് ആർക്കുള്ളതാണെന്നറിയോ? അതിന്റെ ഏറ്റവും ചുരുങ്ങിയ ലോലമായ അദാബുള്ള തട്ട് നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടിയുള്ളതാണ്. അവരല്ലാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ചിട്ടുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരൊരുപാട് തിന്മകൾ ചെയ്തു പോയി. ആ തിന്മയുടെ തോതനുസരിച്ച് അവർ നരകം അനുഭവിക്കും. ആ നരകത്തെ ശമിപ്പിക്കാൻ വല്ല ഇബാദത്തുമുണ്ടോ? ജിബ്രീലിനോട് ചോദിച്ചപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ആ നരകത്തെ കെടുത്തിക്കളയാൻ ഒരു മനുഷ്യന്റെ കണ്ണുനീർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നല്ലോണം ദുആരിക്കാൻ, കരഞ്ഞ് കരഞ്ഞ് ദുആരിക്കാൻ. എത്ര ചോദിച്ചാലും മടുപ്പില്ലാത്ത ഒരേ ഒരു മുതലാളി അല്ലാഹു മാത്രമാണ്. ഒരാളോട് നമ്മൾ 50 രൂപ കടം ചോദിച്ചു, 50,000. അയാൾ ആദ്യത്തെ പ്രാവശ്യം എടുത്ത് തരും. പിന്നെ ഒരു 50,000 കടം ചോദിച്ചാലോ? ആ അക്കൗണ്ടിലില്ല, ഏതായാലും വരട്ടെ പറയാം, ഒന്ന് തടഞ്ഞിടും. ഉണ്ടെങ്കിലും അങ്ങനെ പറയും.
മൂന്നാമത്തെ പ്രാവശ്യം വന്നാലോ ഇതിന് ദൃശ്യയിലാക്കാൻ തട്ടണം ഒരു വർത്താനം നമ്മൾ കൊടുക്കണില്ലേ, കൊടുക്കണുണ്ട്. അയാൾക്ക് കടം കൊടുത്തതിന്റെ കൂലിയില്ലേ, അതുമുണ്ട്. എന്നാലും അങ്ങനെയാണ്. പക്ഷേ എത്ര ചോദിച്ചാലും ഒരു മടിയുമില്ലാത്ത ഒരേ ഒരാള് അടിമ ചോദിക്കുന്നതനുസരിച്ച് അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ്. എത്രയും ചോദിക്കുക, എന്തും ചോദിക്കുക. ലോക്കലും നിങ്ങൾ ചോദിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ലോക്കൽ കാര്യമൊന്നും ചോദിക്കരുത്. സ്വർഗം ചോദിക്കുമ്പോൾ നിങ്ങൾ ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കണം. സ്വർഗത്തിന്റെ നടുത്തളമാണ് ജന്നത്തുൽ ഫിർദൗസ്. നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം എന്താ, ചോദിക്കുന്ന ആൾ ആരാന്നുള്ളതല്ല, ചോദിക്കപ്പെടുന്നവൻ ആരാണ്, അതാണ് വിഷയം. അതല്ലേ ഒരു സൂഫി പറഞ്ഞത്, പഠിച്ചവനെ ഞാൻ നിന്നേക്കാൾ ഉഷാറാണ് എന്ന് പറയാൻ പഠിച്ചവനോട്. അള്ളാഹുവിനോട് ഒരു സൂഫിയായ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവെ ഞാൻ നിന്നേക്കാൾ ഉഷാറാണ്. കേട്ടാ തോന്നും മുർത്തദ്ദാവണ വാക്കാണ്, നല്ല അയാളാണ് ഭയങ്കര വിശ്വാസി. എന്താ പറഞ്ഞറിയാം. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ എന്ത് ചോദിച്ചാലും തരാൻ നീയുണ്ടല്ലോ, നിനക്ക് ഞാനോടാ ചോദിക്കാനുള്ളത്. ചോദിക്കാനുള്ളത് എന്നോടല്ലേ, ഞാൻ പൊട്ടനല്ലേ, ഈ കഴിവുണ്ടോ? എനിക്ക് സൃഷ്ടാവായ അള്ളാഹുവിനോട് ചോദിക്കാം. സൃഷ്ടാവായ അള്ളാഹുവിന് പിന്നെ ചോദിക്കാനുള്ളത് ആരാണ്? സൃഷ്ടാവിന് സൃഷ്ടാവില്ല, അത് ചോദിക്കേണ്ട, അത് വേറെ കാര്യം. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാവനയാണ് പറയുന്നത്. അതാണ് മനുഷ്യൻ. എന്ത് ചോദിച്ചാലും തരാൻ നമുക്ക് ആളുണ്ട് എന്ന് നാം വിശ്വസിക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് കേട്ട് കരഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ കരയണ്ട, നിങ്ങൾ സ്വർഗത്തിലാണ്. റസൂലുള്ളാഹിന്റെ വാക്ക് അല്ലാഹു അന്വർത്ഥമാക്കി. തൊട്ടടുത്ത് ഒരു യുദ്ധം വന്നു, അതിലേക്ക് പോയി അയാൾ രക്തസാക്ഷിയായി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. രക്തസാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു ഗ്രേഡ് ഉണ്ടോ? നാളെ സ്വർഗത്തിൽ രക്തസാക്ഷികൾ ചെന്നിട്ട്, രക്തസാക്ഷികള് അവര് മരിച്ചു പോയെങ്കിലും ഷഹീദായെങ്കിലും മരിക്കാത്തവരാണല്ലോ. ലാ തഹ്സബന്നല്ലദീന വലാ ഖൂലൂ ലിമൻ യഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. മരിച്ചുപോയ ആളുകൾ, ഷഹീദായ ആളുകളെ കുറിച്ച് നിങ്ങൾ മരിച്ചു പോയവരെന്ന് പറയാൻ പാടില്ല. വേറെ ഒരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. മരിച്ചു പോയവരെന്ന് പറയൽ മാത്രമല്ല, മരിച്ചു പോയവരെന്ന് വിചാരിക്കാൻ പോലും പാടില്ല. അതാണ് രക്തസാക്ഷി. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അവരിപ്പോ തന്നെ ഖബറിൽ ജീവിച്ചിരിപ്പാണ്. അപ്പൊ ഖബർ തുറന്നു നോക്കിയാൽ ഒരു ഓടുന്നതും ചാടുന്നതും കാണുമോ? ഇല്ല, അവരുടെ ആത്മാക്കൾ അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിൽ. അവരുടെ ആത്മാക്കൾ ഇപ്പോൾ സ്വർഗത്തിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളെല്ലാം സ്വർഗത്തിലെത്തിയാൽ സ്വർഗത്തിലെത്തുന്നതിന്റെ മുമ്പുള്ള അനുഭവങ്ങൾ ശുഹദാക്കൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ സ്വർഗക്കാർ അല്ലാഹുവിനോട് ചോദിക്കും, പടച്ചവനെ, ഒരു ബദർ ഉണ്ടാക്കിയെങ്കിൽ, ഒരു ഉഹദ് ഉണ്ടാക്കിയെങ്കിൽ, ഒരു ഹുദൈബിയ ഉണ്ടാക്കിയെങ്കിൽ, ഒരു ഖന്ദഖ് ഉണ്ടാക്കിയെങ്കിൽ ഞങ്ങൾക്കൊന്ന് യുദ്ധം ചെയ്യാമല്ലോ എന്ന്. ഒരു പ്രാവശ്യം ഷഹീദായ ആളുകൾ പിന്നെയും അല്ലാഹുവിനോട് പറയും, റബ്ബേ, ഒരു 100 പ്രാവശ്യം രക്തസാക്ഷിയാകാൻ എനിക്ക് അവസരമുണ്ടായെങ്കിൽ. ബദറിൽ പങ്കെടുത്ത സഹാബി നേരത്തെ മരണപ്പെട്ടു പോയിട്ട് പിതാവിനെ സ്വപ്നം കണ്ടു. പാപ്പയാണോ മോനാണോ പോകേണ്ടത് എന്ന് ആദ്യം ശങ്കിച്ചു നിന്നു. മകൻ പറഞ്ഞു, വാപ്പാ, ഞാൻ മോനാണ്, എനിക്ക് ഉത്തരവാദിത്തങ്ങളില്ല, കുടുംബത്തിന്റെ കുടുംബനാഥൻ നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങളിപ്പോൾ യുദ്ധത്തിന് പോകണ്ട. മകൻ പോയി രക്തസാക്ഷിയായി. ബാപ്പ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ പറയുന്നു, ബാപ്പാ, ഞാൻ ഈ അനുഭവിക്കുന്ന സൗകുമാര്യതയുണ്ടല്ലോ, സന്തോഷങ്ങളുണ്ടല്ലോ, ഇത് അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നു, എന്റെ സ്ഥാനത്ത് ബാപ്പയായിരുന്നെങ്കിൽ ബാപ്പാക്ക് ഇത് അനുഭവിക്കാമല്ലോ എന്ന്.
കേട്ടപ്പോൾ അയാൾക്ക് ഭയങ്കര കൊതിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, അടുത്ത യുദ്ധത്തിന് എനിക്കും പോകണം. നിങ്ങൾ നോക്കൂ, അതാണ് രക്തസാക്ഷിയാവുന്നത്. അത് ചെറിയൊരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കാര്യം പ്രഖ്യാപിച്ചാൽ അത് നടക്കുക തന്നെ ചെയ്യും. അതാണ് പറഞ്ഞത്, നിങ്ങൾ സ്വർഗത്തിലാണ്. അപ്പൊ അതിന്റെ വഴി അല്ലാഹു കൊണ്ട് എളുപ്പാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇന്നലെ ഞാൻ ആകാശത്തിലൂടെ നടന്നു പോയപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട്. മിറാജിന്റെ രാത്രിയിൽ അനുഭവം പറയാണ്. ഒരു പ്രവാചകൻ നടന്നു പോകുന്നു. അദ്ദേഹത്തിന് പ്രബോധനം ചെയ്തിട്ട് കിട്ടിയത് ഒരേ ഒരു മെമ്പറാണ്. വേറെ ഒരു പ്രവാചകൻ 2 ആളാണ്. വേറെ ഒരു പ്രവാചകന് 3 ആളാണ്. ഒരുപാട് സംഘമായി നടന്നു പോകുന്ന ഒരാളെ കണ്ടപ്പോ ഞാനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, നബിയേ, അത് നിങ്ങളല്ല, മൂസാ നബി അലൈഹിസ്സലാമാൻ. നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ഉമ്മത്തുണ്ടാകുമെന്ന് മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളോട് പറഞ്ഞു. അപ്പോഴാണ് നബി തങ്ങൾ നമ്മോട് ഉപദേശിച്ചത്, തസവ്വജുൽ വലൂദൽ വദൂദ് വഇന്നി മുകാസിറും ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുകയും ഏറ്റവും കൂടുതൽ പ്രസവിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യണം. കാരണം നാളെ ആഖിറത്തിൽ എന്റെ ഉമ്മത്തിനെ കണ്ട് സന്തോഷിക്കാൻ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകൻ എന്ന നിലക്ക് ഒരവകാശം എനിക്കുണ്ടാകാൻ നിങ്ങൾ എന്നെ സഹായിക്കണേ. അതിന് നിങ്ങൾ നല്ല സ്ത്രീയെ നോക്കി വിവാഹം കഴിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പോകുന്ന ആളുകളിൽ 70,000 ആളുകളുണ്ട്. അവര് വലിയ ദുആക്ക് ഇജാബത്തുള്ള ആളുകളാണ്. ആ 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവരാണ്. ഇത് കേട്ടപ്പോൾ ഉക്കാശ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അതിലൊരാളായി എന്നെയും പെടുത്തണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളും അതിന്റെ അവകാശിയാണ്. അപ്പോൾ വേറെ ഒരാൾ പറഞ്ഞു, എനിക്കും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഇപ്പോൾ ഉക്കാശ കൊണ്ടുപോയി. അതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. ചുരുക്കത്തിൽ നരകത്തിൽ മനുഷ്യനെ മുഖം കുത്തി വീഴ്ത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് അവസരം പോലെ നമ്മൾ ചർച്ച ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ.